എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. അതായത് ഇതുവരെ നമ്മൾ ചക്ര ഹീലിങ്ങിൽ ഫിസിക്കൽ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, റിലേഷൻഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ കണ്ടു. അടുത്തതായിട്ട് ഞാൻ നടത്താൻ പോകുന്ന ക്ലാസ് എന്ന് പറയുന്നത് ചക്ര ഹീലിംഗ് ഫോർ മണി, മാനിഫെസ്റ്റേഷൻ ഓഫ് മണി. മാനിഫെസ്റ്റേഷൻ ഓഫ് മണി എന്ന് വെച്ചാൽ എന്തുവാ? അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന മണിയെ നമ്മളുടെ കയ്യിൽ കിട്ടാനുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, അതിന് എങ്ങനെയൊക്കെ നമ്മൾ പരിഹാരം കണ്ടെത്തും, അതിനെ എങ്ങനെ നമുക്ക് സാധിച്ചെടുക്കും. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ കാണുന്നത് നമ്മുടെ കയ്യിൽ കിട്ടണം, അതിനെ സാധിച്ചെടുക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനിയുള്ള ക്ലാസ് മണി മാനിഫെസ്റ്റേഷനാണ്. അപ്പം അതിൻ്റെ വെബിനാർ എന്ന് പറയുന്നത് വരുന്ന അതായത് ഈ ആഗസ്റ്റ് മാസം വരുന്ന ഞായറാഴ്ച 10-ാം തീയതി ആയിരിക്കും നടത്തുന്നത്. അത് ഒരു ഇൻട്രോ വെബിനാറാണ്. ഇൻട്രോ വെബിനാർ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ആർക്കാർക്ക് ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് മണിയിൽ താല്പര്യമുണ്ടോ അവരൊക്കെ ഒരു 100 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യണം. ഈ രജിസ്ട്രേഷൻ ഫീസ് ഈ 100 രൂപ വാങ്ങിക്കുന്നതെന്ന് പറയുന്നത് എനിക്കതിൽ യാതൊരു വലിയ പൈസ ഉണ്ടാക്കാനോ ലാഭം ഉണ്ടാക്കാനോ ഒന്നുമല്ല. അത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള ഒരിതാണ്. എന്നുവെച്ചാൽ നേരത്തെ ഞാൻ കുറേ ഫ്രീ വെബിനാറൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ എല്ലാവരും ക്ലിക്ക് ചെയ്യും, എല്ലാവരുടെ പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഒക്കെ തരും. പക്ഷേ നമ്മൾ കിടന്ന് മെനക്കെട്ട് എല്ലാവരുടെയും ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വലിയൊരു ലിസ്റ്റായിരിക്കും അയക്കും. പക്ഷേ അതിൽ 10% ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കത്തില്ല. സോ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു കമ്മിറ്റ്മെൻറ്റ്. ഞാൻ 100 രൂപ അടച്ചു, അതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ട്, അതിനകത്ത് പോയി എന്തുവാന്ന് കേൾക്കാം. ആ ഇൻട്രോ വെബിനാർ എന്തുകൊണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ അതിലാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു തരാൻ പോകുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ സിലബസ്, എത്ര ദിവസം, എത്ര മണിക്കൂർ. ഓരോരുത്തരും ഫീസ് അടയ്ക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് അതിൻ്റെ അറിവ് വേണം. അറിവ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ നോളേജ്, എന്തൊക്കെയാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, താല്പര്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ വേണം തീരുമാനിക്കാൻ. ചുമ്മാതെ ഞാനൊരു മണി മാനിഫെസ്റ്റേഷൻ വെബിനാർ നടത്തുന്നു, എല്ലാവരും 10,000 കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾ ആദ്യം ഒരു ഇൻട്രോ വെബിനാറിൽ വരിക, ഇന്നതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ശരി ഇത് വർത്താണോ എന്നാൽ നമുക്കൊന്ന് ചേർന്ന് നോക്കാം. എന്തൊക്കെയോ ടെക്നിക്സ് പറയുന്നല്ലോ, അതിനാണ് ഞാൻ ഈ സിലബസ് പറയുന്നത്. അപ്പം ഈ സിലബസ് വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങളതിനെ തീരുമാനിക്കേണ്ടത്. അതിന് പിന്നെ വേറൊരു ലിങ്ക് അയക്കുമ്പം അതിൻ്റെ ഫീസ് അടച്ച് വീണ്ടും നിങ്ങൾ ഈ ഇമെയിൽ ഐ ഡിയും ഒക്കെ തരുമ്പോഴായിരിക്കും ശരിക്കുമുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത്. പണം എന്ന് വെച്ചാൽ അത് വേണ്ടാന്ന് പറയാൻ ആരുമില്ല ഈ ലോകത്ത്. ഒരു കൊച്ചു കുഞ്ഞിന് കൂടെ, ഒരു കൊച്ചു കുഞ്ഞെന്ന് വെച്ചാൽ ഒരു 4 വയസ്സ് 5 വയസ്സാകുമ്പോഴേ അതിന് പണത്തിൻ്റെ മഹത്വം അറിഞ്ഞ് മനസ്സിലാവുന്നു. ഓക്കെ, അറിഞ്ഞു വരുന്നു, മനസ്സിലാക്കാൻ പറ്റുന്നു. കാശുണ്ടെങ്കിലേ എനിക്കിഷ്ടമുള്ളത് വാങ്ങിക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ഒരു മനസ്സിലാക്കുന്ന ഒരു ശക്തി ആ കൊച്ചിന് തന്നെ വരുന്നുണ്ട്. വേറൊന്നുമല്ല, കഴിഞ്ഞ ആഴ്ച എൻ്റെ കൊച്ചുമോൾ വന്ന് ചോദിക്കുക, അമ്മു എൻ്റെ അടുത്ത് അമ്മൂൻ്റെ അടുത്ത് ഒരു 100 രൂപ ഉണ്ടോ, 100 റുപ്പീസ് തരണം, 100 റുപ്പീസ്. ഞാൻ പറഞ്ഞു, എന്തിനാടി 100 റുപ്പീസ്? ഒരു കട്ട്ലറ്റ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാൻ. ചോക്ലേറ്റോ കട്ട്ലറ്റോ ആണെങ്കിൽ കൂടിപ്പോയാൽ 10-15 രൂപയേ ഉള്ളൂ. അതൊന്നും അതിന് അറിഞ്ഞൂടാ. 100 റുപ്പീസ് തരുമോ, അല്ലെങ്കിൽ ഒരു 500 റുപ്പീസ് തരുമോ? അപ്പം ഏതോ കാശുണ്ടെങ്കിലേ ഈ ഒരു ചോക്ലേറ്റ് വാങ്ങിക്കാനൊക്കത്തുള്ളൂ, ഒരു കട്ട്ലറ്റ് വാങ്ങിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് ആ കൊച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം കാശില്ലാതെ നമുക്ക് ഒന്നും ഇക്കാലത്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഭാര്യയും ഭർത്താവും 2 പേരും ജോലിക്ക് പോയിട്ടുവേ നമുക്ക് പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം കിട്ടുന്ന ഈ വരുമാനത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുക, ഉള്ളത് എല്ലാം EMI വാങ്ങിച്ചിടും. വാങ്ങിച്ചിട്ടിട്ട് ശമ്പളം കിട്ടുമ്പം എല്ലാം EMI അടച്ചിട്ട് വീണ്ടും ആ മാസം മുഴുക്ക കഷ്ടപ്പാട്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീണ്ടും കടം വാങ്ങിക്കുക. എന്നുവെച്ചാൽ 30 ദിവസം ഓട്ടണ്ടേ, അതിന് പിന്നെയല്ലേ നമുക്ക് അടുത്ത ശമ്പളം കിട്ടത്തുള്ളൂ. അപ്പോൾ ആ 30 ദിവസത്തേക്ക് അരിയും പലവ്യഞ്ജനങ്ങളും വാങ്ങിക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് എല്ലാവർക്കും ഉള്ളതല്ല. എത്രയോ പേര് സ്മാർട്ട് മണി ഉണ്ടാക്കുന്നുണ്ട്. എത്രയോ പേർക്ക് പല പാസീവ് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. പാസീവ് ഇൻകം എന്ന് വെച്ചാൽ എന്തുവാ? ഒരു പൂർവിക സ്വത്ത് ഒരു 25 സെൻറ്റ് കിട്ടി, അല്ല 5 സെൻറ്റിന് നമുക്കൊരു വീട്, അല്ലാതെ കുറേ ഫ്ലാറ്റ്സ് കിട്ടി, അതിൽ നിന്ന് ഇങ്ങനെ നിരന്തരം വരുമാനം വന്നുകൊണ്ടിരിക്കുന്നു. അത് പാസീവ് ഇൻകം.
അതുപോലെ ഒരുപാട് പേര് പാസീവ് ഇൻകം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഇക്കാലത്ത് നല്ല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള സ്ഥിതിയാണ് ഇപ്പം ഉള്ളത്. വെച്ച് പറമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ നട്ടു വെച്ചേക്കും, അതൊക്കെ പിഴുതെടുത്ത് കൊണ്ടുവന്ന് ഒരു തോരനോ ഒരു അവിയലോ ഒക്കെ വെച്ച് അത് മതി. അപ്പോൾ അത്യാവശ്യമുള്ളത് വാങ്ങിച്ചാൽ മതി. ഇപ്പം അങ്ങനെയല്ല, എല്ലാത്തിനും പണം, എല്ലാം വെളിയിൽ പോയി വാങ്ങിക്കേണ്ടിയിരിക്കുന്നു, എല്ലാത്തിനും പണം. പണമില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയാണ്. അപ്പം നമുക്കും പല രീതിയിൽ നമ്മൾ ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ പാസീവ് ഇൻകം ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. അപ്പം ഞാൻ ഒരു സ്പിരിച്വൽ ഹീലർ എന്നുള്ള സ്ഥിതിക്ക് എനിക്ക് കുറേ സിമ്പിൾസ് അറിയാം, കുറേ മെത്തേഡ്സ് അറിയാം, ടെക്നിക്സ് അറിയാം. എൻ്റെ ഗുരുക്കന്മാർ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനും അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് മണി മാനിഫെസ്റ്റേഷനെ കുറിച്ച്. എല്ലാം എന്തിനാ, ഏതെങ്കിലും ഒന്ന് പറയണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു മണി മാനിഫെസ്റ്റേഷൻ ക്ലാസ് 2 ദിവസം വെക്കുന്നു എന്ന് വെച്ചാൽ അത് തിമിർത്ത് പിടിച്ച് അത്ര ടെക്നിക്സ് ഞാൻ അതിനകത്ത് പറഞ്ഞു തരും. എന്താ വെച്ചാൽ ഒരുത്തർക്ക് ഒരു ടെക്നിക്ക് ചേരും, ഇനിയൊരുത്തർക്ക് വേറെ ഒരു ടെക്നിക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എനിക്കറിഞ്ഞ സിമ്പിൾസ് എല്ലാം പറഞ്ഞു തരാം, എനിക്കറിഞ്ഞ മണി മാനിഫെസ്റ്റേഷൻ ടെക്നിക്സൊക്കെ എല്ലാം പറഞ്ഞു തരാം, 1-2 ശ്ലോകങ്ങൾ പറഞ്ഞു തരാം. ഒരു യന്ത്രമുണ്ട് മണിക്കിന്ന്, അപ്പം 1-2 യന്ത്രങ്ങളുണ്ട്. അപ്പം ചിലരൊക്കെ ബിസിനസ് ചെയ്യും, ചിലരൊക്കെ മുതൽ മുടക്കി എന്തെങ്കിലുമൊക്കെ തുടങ്ങും. അതൊരു ബിസിനസ്സായിട്ട് കരുതുമ്പം ബിസിനസ്സിലുള്ള പ്രയാസങ്ങൾ അല്ലെങ്കിൽ മണി വരാനുള്ള പ്രയാസങ്ങൾ, ചിലർ 10 ലക്ഷം 20 ലക്ഷം ആർക്കെങ്കിലും കടം കൊടുത്ത് കാണും. നമ്മളുടെ ഇപ്പോൾ ആവശ്യം വരുമ്പോൾ നമുക്കത് കിട്ടത്തില്ല, ചോദിക്കുന്ന സമയത്ത് അത് കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമാത്രമല്ല ഇതിൽ ഒരു ഐറ്റം എന്ന് പറയുന്നതാണ് ചക്ര ഹീലിംഗ്. അപ്പം ചക്ര ഹീലിംഗ് മാത്രമല്ല, ചക്ര ഹീലിങ്ങിന് ഉപരി ഒരുപാട് കാര്യങ്ങൾ ഞാൻ എവിടെ നിന്നൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടോ, എന്നൊക്കെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ചക്ര ഹീലിംഗ് ചെയ്താലേ എനിക്ക് അടുത്ത മാസം 10 കോടി കിട്ടുമോ, അല്ലെങ്കിൽ 5 കോടിയെങ്കിലും എനിക്ക് കിട്ടുമോ, എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ മാഡത്തിന് കൊണ്ട് പറ്റുമോ, അങ്ങനത്തെ ചോദ്യങ്ങളെ വരാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് അറിവില്ല എന്നുള്ളതാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആർക്കും ഒന്നിനും ഒരു ഉറപ്പ് പറയാനൊക്കത്തില്ല. അത് നമ്മളെ ഉണ്ടാക്കിയ നമ്മളുടെ ദൈവത്തിന് പോലും ശരി 2025 നീ ഇത്രയും ചെയ്യേ, 2026 ജനുവരി 1-ാം തീയതി നിൻ്റെ കയ്യിൽ ഞാൻ 10 കോടി കൊണ്ട് തരാം, നമ്മുടെ ദൈവം വന്ന് പറയാൻ പോന്നു, നമ്മൾ തൊഴുന്ന ദൈവം വന്ന് പറയാൻ പോന്നു. നമുക്ക് എന്തോ ഉറപ്പുണ്ട്? അങ്ങനെ പറഞ്ഞാൽ ജീവിതത്തിലേ ഒരു ഉറപ്പുമില്ല. ഞാൻ പറയുന്നത് ഒന്നുമേ ചെയ്യാതെ കാശില്ല അവിടെ കടം ഇവിടെ കടം എന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും ഭേദമാണ് നമ്മൾ പല ടെക്നിക്സ് ട്രൈ ചെയ്ത് ഏതെങ്കിലും ഒന്ന് ക്ലിക്കാകും. അപ്പോൾ അതാണ് നമുക്ക് മണി മാനിഫെസ്റ്റ് ചെയ്യാനുള്ള തക്കതായ ഒരു സമയം, തക്കതായ ഒരു മെത്തേഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും കാലം മുച്ചൂടും നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, കഷ്ടപ്പെടാനും പോകുന്നില്ല. പിന്നെ എല്ലാവരും ഇപ്പം കോടീശ്വരനായിട്ടുള്ളവനെല്ലാം കോടീശ്വരനായിട്ട് തന്നെ മരിക്കണമെന്നില്ല. ആ കാശ് വരുന്നു പോന്നു, അതാണ് കാശിൻ്റെ രീതി. ഓക്കെ, ഈ ആരുടെ കയ്യിലും തങ്ങിയിരിക്കത്തില്ല പെർമനൻ്റായിട്ട്. അതിങ്ങനെ വന്ന് പോയിരിക്കുക. അതുകൊണ്ടാണ് പണ്ടേ കാലത്ത് ഞങ്ങളുടെ അമ്മൂമ്മ പറയും കാശിന് പേരേ ചക്രം എന്നാണ്. അപ്പം നമ്മുടെ ചക്രാസ് മാത്രമല്ല, ഈ ചക്രം എന്തിനാ ചക്രം? അക്കാലത്തൊക്കെ 8 ചക്രം, 4 ചക്രം, 1 അണ, 2 അണ, അരയണ എന്നൊക്കെ ഉണ്ട്. ഞാനും കൊച്ചിലെ 5 പൈസ കയ്യിൽ 2 പൈസ ഉണ്ട്, അതിൽ നടുക്കൊരു ഹോൾ കാണും, അത് എൻ്റെ കയ്യിലിട്ടുകൊണ്ട് നടക്കും കൊച്ചിലെ. അങ്ങനെയൊക്കെ കോയിൻസൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളും ഉണ്ട്. ഇപ്പോഴാണ് വന്ന് എല്ലാത്തിനും കറൻസി ആക്കിയത്. എന്നാലും ഇപ്പോഴും നമുക്ക് 10 രൂപയുടെ ഉണ്ട്, 5 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ ഉണ്ട്. അപ്പം ഇതിനെല്ലാം എപ്പം എനിക്ക് മാനിഫെസ്റ്റ് ആകുമെന്ന് നമുക്ക് ആർക്കും ഒന്നും ഉറപ്പ് തരാൻ ഒക്കത്തില്ല. പക്ഷേ ഇതൊക്കെ ശ്രമിക്കാതെ ഇരിക്കുന്നതിനെക്കാട്ടിലും ശ്രമിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരു സമയത്ത് ക്ലിക്കാകും. ആ ഒരു വിശ്വാസത്തോടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.
ആദിശങ്കരർ കനകധാരാ സ്തോത്രം വായിച്ചതിൻ്റെ പാടിയതിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. ഒരു സ്ത്രീ എടുത്ത് ആ വീട്ടിൽ പോയി ഭിക്ഷ ചോദിച്ചപ്പം, ആദിശങ്കരർ പോയി ഭിക്ഷ ചോദിച്ചപ്പം ആ വീട്ടിൽ ഒന്നും കൊടുക്കാനില്ല. ആ സ്ത്രീക്ക്, ഒരു വയസ്സായ സ്ത്രീയായിരുന്നു, ഒരു വക കൊടുക്കാറില്ല. വീട് തൂത്ത് തുടച്ചിട്ടിട്ടുണ്ട്, ഒറ്റ സാധനമില്ല, എല്ലാം വിറ്റ് തിന്നതാണ്, ഒന്നുമില്ല. പിന്നെ എവിടോ അടുക്കളയിൽ ഒരു ചെറിയ ഒരു നെല്ലിക്ക എവിടോ ഒരു ഇതിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു. അത് അവർക്ക് ഓർമ്മ വന്നു. അങ്ങനെയാണ് നെല്ലിക്ക കൊണ്ട് കൊടുത്തത്. നെല്ലിക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളിൽ ഒന്നാണ്. അങ്ങനെ ആ നെല്ലിക്ക വേറൊന്നും കൊടുക്കാനില്ല. അങ്ങനെ ആ നെല്ലിക്ക ഉള്ളത് കൊണ്ടുപോയി കൊടുത്തപ്പോഴാണ് ആദിശങ്കരർക്ക് നല്ലപോലെ മനസ്സിലായത് ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയും കഷ്ടപ്പാട് ഈ ജന്മത്ത് എന്ന്. അപ്പം ആദിശങ്കർ പറഞ്ഞതാണ്, കഴിഞ്ഞ ജന്മം ആ സ്ത്രീ ഭയങ്കര റിച്ചായിരുന്നു, പക്ഷേ ആർക്കും ഒറ്റ വക ദാനം ചെയ്യത്തില്ല, സഹായിക്കത്തില്ല. നമ്മൾ പറയത്തില്ലേ ആർത്ത കൈക്ക് ഉപ്പിടത്തില്ലെന്ന്. അങ്ങനത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ആ പണത്തിൻ്റെ വാല്യൂ, അതിൻ്റെ മതിപ്പ് അറിയാൻ വയ്ക്കാൻ വേണ്ടി ഈ ജന്മത്ത് ഇത്രയും ദാരിദ്ര്യം അവർക്ക് കൊടുത്തത്. അപ്പം ഇത് കൊടുത്തു എന്ന് പറയുന്നതിനെക്കാട്ടിലും അവരായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന വരവാണ്. ആർക്ക് എപ്പം ലക്കടിക്കും, ഭാഗ്യം കിട്ടും, ലോട്ടറി അടിക്കും, ഇതൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ എന്ന് വിചാരിച്ച് നമ്മൾ ലോട്ടറി വാങ്ങിക്കാതായിരിക്കുന്നു, എപ്പോഴും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ ടെക്നിക്സ് എല്ലാം പറഞ്ഞു തരാനാണ് ഞാൻ ഈ മണി മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു ക്ലാസ് നടത്തുന്നത്. അതൊരു ഇൻട്രോ വെബിനാറാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. റേസർ പേയിൽ 100 റുപ്പീസ് അടച്ചിട്ട് നിങ്ങളുടെ പേരും വാട്സപ്പ് മൊബൈൽ നമ്പറും നിങ്ങളുടെ ഇമെയിൽ ID യും തന്നാൽ ബാക്കി ഇൻട്രോ വെബിനാർ മിക്കവാറും 10-ാം തീയതി ഞായറാഴ്ച തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ തലേ ദിവസം അയച്ചു തരും. ഓക്കെ, സോ അതും കൂടെ നമുക്ക് പഠിക്കാം. എല്ലാം പഠിക്കാൻ മനസ്സ് വേണം. ആ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്തതുകൊണ്ടേ എത്രയോ പേര് ഈ ക്ലാസ്സൊക്കെ കേട്ടിട്ടും മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നിട്ടും ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത ഒരു സ്ഥിതിയായിരിക്കും. അപ്പം അതിനും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, എന്തൊക്കെയാണ് ചെയ്യാമെന്ന്. വേറെ ഒന്നുമില്ല, ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഇത് നേരത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആത്മീയതയിലുള്ളവർക്ക് പോലും പണം വേണം. ആത്മീയതയിലുള്ളവർക്ക് ഞാൻ എത്ര ലക്ഷങ്ങൾ ചിലവ് ചെയ്ത ഓരോ ഗുരുക്കന്മാരടുത്ത് പോയി പഠിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ നേരത്തെ ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമാണ് ഇങ്ങനെ മണ്ടത്തനം കാണിക്കുന്നത്. കണ്ടമാനം പൈസ കൊടുത്ത്, കണ്ടമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നേടിയെടുത്തതും പഠിച്ചെടുത്തതും. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നില്ലയോ, അവർക്ക് ചില സ്റ്റാൻഡേർഡ് ക്ലാസ്സുകളിൽ ഞാനും നല്ല പോലെ പണം അടച്ചാണ് ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പം എനിക്ക് നല്ല ബോധ്യമാവുന്നു. ഇപ്പം ഞാൻ എവിടെയും പണം വേസ്റ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം ശരിയാണ്. ഒന്നേ അത് ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫിൽ എനിക്ക് സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആത്മീയതയിൽ പോകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് വീണ്ടും പല ഷോർട്സുകളൊക്കെ ഇടാം. നമ്മൾ എല്ലാവരും ഈ ഇൻട്രോ വെബിനാറിൽ ചേരുക. അതിനകത്ത് എന്തൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നതെന്നുള്ള സിലബസും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, സോ ആദ്യം ഇൻട്രോ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക. ഇൻട്രോ വെബിനാറിൽ കാണാം. നന്ദി, നമസ്കാരം.